ആരൊക്കെ എനിക്ക് അന്യരാണ്, ആരൊക്കെ എനിക്ക് സ്പർശിക്കാം, തൊടാം, കൈ കൊടുക്കാം, അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളില്ലേ? അതൊക്കെ ഇസ്ലാം നിശ്ചയിച്ചു തന്നു. എന്തിന്? ഈ സമൂഹം എപ്പോഴും നല്ല വിശുദ്ധ ജീവിതം നയിക്കണം, കൃത്യമായ നിലക്കുള്ള ജീവിതം നയിക്കണം. അതല്ലാതെ പെണ്ണിനെ ഹിജാബിൽ കെട്ടിപ്പൊലിഞ്ഞ് സ്വാതന്ത്ര്യ പൂച്ചുവിലങ്ങിടാനാണെന്ന് പുരപ്പുറത്ത് കയറി കൂവി വിളിച്ചവരാണ് ഇപ്പൊ പറയുന്നത് കിടന്ന് മോങ്ങാണ്. കമ്മീഷൻ റിപ്പോർട്ട് വന്നു നോക്കുമ്പോ സിനിമാ മേഖലയിലെ ചില ആളുകൾ വല്ലാതെ കിടന്ന് കൂട്ടക്കരച്ചിലാണ്. എന്താ പ്രശ്നം? രാത്രി ഞാൻ ഉറങ്ങുന്ന റൂമിൽ വന്നുകൊണ്ട് ചില നടന്മാർ വാതിൽ മുട്ടി ശല്യപ്പെടുത്തി, എന്നെ കയറി പിടിച്ചു, എന്നെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി പീഡിപ്പിച്ചു, എന്റെ കരിയർ അവർ നശിപ്പിച്ചു, മാനം നശിപ്പിച്ചു എന്നൊക്കെ കൂട്ടക്കരച്ചിലാണ്. എന്താ പരിഹാരം? തൊലിപ്പുറമേയുള്ള ചികിത്സയോട് ഇസ്ലാമിന് വലിയ പ്രത്യേകതയും താല്പര്യമൊന്നുമില്ല. ചികിത്സ അടിവയറിന് കൊടുക്കണം. എന്താ പ്രശ്നം? എല്ലാം തുറന്നിട്ട് ആടിത്തിമർത്ത് പെണ്ണിനോട് അവളുടെ മാന്യമായ വേഷം ധരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളല്ലേ അഭിനയിച്ച് തകർത്തത്? എന്ത്? അത് തീവ്രവാദിയുടെ റോളാണെന്ന്. ഒരു പെണ്ണ് പർദ്ദയിട്ടാൽ അതാ പോകുന്നു തീവ്രവാദി എന്ന് അഭിനയിച്ച് പരിഹസിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ വാതിലിൽ ആര് വന്ന് മുട്ടിയാലെന്ത്, ആര് കയറി പിടിച്ചാലെന്ത്? അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ധാർമ്മികമായി എന്ത് അവകാശമാണുള്ളത്?